يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم. പ്രിയമുള്ള സഹോദരന്മാരെ, സമയം വളരെ വൈകിയിട്ടുണ്ട്. ഉസ്താദിനെ കാത്ത് ഉസ്താദിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. 2 ദിവസമായി നമ്മുടെ ജില്ലയിലെ ഒറ്റപ്പാലം മർക്കസിൽ വെച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ വളരെ ബൃഹത്തായ പദ്ധതികൾ നമുക്കറിയാം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളുമായി ഇസ്ലാമിക ദഅവയുമായി വളരെയേറെ നമ്മുടെ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടവരാണെങ്കിൽ ഉസ്താദ് ഇനിയും നമ്മുടെ പരിപാടി കഴിഞ്ഞ് വളരെയേറെ ദീർഘ സ്ഥലത്തേക്ക് ഓടിയെത്തേണ്ട മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന സമസ്തയുടെ കീഴ്ഘടകമാകുന്ന 1954 രൂപീകരിച്ച SYSന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മഹാനായ ഉസ്താദ് അവറുകൾ. ഉസ്താദിന്റെ ചെറുപ്പകാലത്ത് 1989 ഉസ്താദ് ഈ പ്രദേശത്ത് പ്രസംഗിക്കാൻ, വയലു പറയാൻ ഇവിടെ വന്നിട്ടുണ്ട്. വർഷങ്ങളേറെ കഴിഞ്ഞു. നമുക്കറിയാം, ജമിയത്തുൽ ഉലമ അഭിവക്ത സമസ്തയുടെ കാലഘട്ടത്തിൽ അപ്പൊ ഓടാനും ചാടാനും കാല് വേണമെന്നില്ല. അല്ലാഹു തആല കഴിവ് കൊടുത്താൽ ഓടാനും ചാടാനും. അല്ലാഹു കഴിവ് കൊടുത്തില്ലെങ്കിലോ കാല് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ഓടാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമുക്കാർക്കും ഒരു ഉണക്ക് മരക്കഷ്ണം തിന്നാൻ കഴിയില്ല. പച്ച മരക്കഷ്ണം തന്നെ തിന്നാൻ കഴിയില്ല. ഇലയൊക്കെ കുറച്ചൊക്കെ തിന്നൊപ്പിച്ചാലാൻ പറ്റും. മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണം തിന്നാൻ കഴിയില്ല. എന്നാൽ നമ്മളെ കാണാൻ ശക്തിയുള്ള പല്ലുള്ള ചില ജീവികളൊക്കെ ഉണ്ട്, അവകൾക്കും കഴിയില്ല. മരം തിന്നാൽ, ഉണക്ക് മരം തിന്നാൽ പല്ല് ബാക്കിയുണ്ടാവുക. എന്നാൽ ഉണക്ക് മരം തിന്നുകൊണ്ട് ജീവിക്കുന്ന ജീവിയുണ്ട്. ആ ജീവി നമ്മൾ വിചാരിക്കും വലിയ പല്ലും വലിയ ഉളി പോലത്തെ, മെഴു പോലത്തെ, കോടാലി പോലത്തെ പല്ലായിരിക്കും. അതിന്റെ പല്ലൊന്ന് പരിശോധിക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനൊന്ന് പിടിച്ച് പരിശോധിക്കാൻ നോക്കിയാൽ അപ്പോഴേക്കാ ചത്തിട്ടുണ്ടാവും. അത്രയും ചെറിയ ജീവി, ചെതലിറുമ്പ് എത്ര ചെറുതാ, പക്ഷെ ഉണങ്ങിയ മരത്തിന്നങ്ങ് തീർത്തു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിന് കഴിവ് കൊടുത്താൽ കഴിവ് കിട്ടും. അല്ലാഹു തആല കഴിവ് കൊടുത്തില്ലെങ്കിലോ ഒരു കഴിവ് ഒരാൾക്കും ഉണ്ടാവില്ല. എല്ലാ കഴിവിന്റെയും, എല്ലാ അറിവിന്റെയും, എല്ലാ അധികാരത്തിന്റെയും, എല്ലാ വിഷയങ്ങളുടെയും ഉടമസ്ഥൻ റബ്ബാണ്. കൊടുക്കുന്നവനും തടയുന്നവനും റബ്ബാണ്. ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. അത് ഉറച്ചു വിശ്വസിച്ചവരാണ് മുസ്ലിമീങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി, നിങ്ങൾ ആരും ഉടമകളല്ല, അടിമകളാണ്. എന്റേതെന്ന് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല, ഞാനുമില്ല. കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എന്നെ ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ്.
എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ മൂക്ക്, എന്റെ നാക്ക്, എന്റെ കൈ, എന്റെ കാല് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ എന്റേതല്ല, അതിന്റെയൊക്കെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. പിന്നെ എന്റേത് എന്ന് പറയുന്നതോ ഞാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ന അർത്ഥത്തിലാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, എന്റെ ബസ് പോയി, അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ഉടമസ്ഥനാണെന്നല്ല. ഞാൻ കയറിപ്പോകാൻ വിചാരിച്ച ബസ്, എന്റെ പ്ലെയിന് പോയി, അതെ എന്റെ പ്ലെയിന് തന്നെ എന്റെ പ്ലെയിനല്ല, ഞാൻ കയറാൻ വിചാരിച്ച അല്ലെങ്കിൽ കയറുന്ന പ്ലെയിന്. ഇതുപോലെ നമ്മുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്തതിന് എന്റേതെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഉടമസ്ഥൻ അല്ലാഹുവാണ്. സൂറത്തുൽ ഫാത്തിഹ വല്ലാത്ത ബറക്കത്തുള്ള സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അത് ഓതി മന്ത്രിച്ചപ്പോൾ രോഗമുള്ള ആളിലെ വിഷം തീണ്ടിയവരുടെ വിഷം ഇറങ്ങിപ്പോവുകയാണ്. 30-ലധികം ആടുകളെ മന്ത്രിച്ച വ്യക്തിക്ക് പ്രതിഫലം കിട്ടുകയാണ്. ആ ആട്ടിന്റെ മാംസം തിന്നാ മോശമാകുമോ? സംശയമുള്ളവർ നബിതങ്ങളോട് ചോദിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, അഹഖുമാ ഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങാൻ ഏറ്റവും ബന്ധപ്പെട്ടത്, അർഹതപ്പെട്ടത് അല്ലാഹുവിന്റെ കിതാബ്. അതുകൊണ്ട് ഖുർആൻ മന്ത്രിച്ചു വാങ്ങിയ പ്രതിഫലത്തിന് കുഴപ്പമില്ല. അതിന്റെ കഷ്ണം ബാക്കിയുണ്ടെങ്കിലൊന്ന് എനിക്കും തന്നേക്കണം. കാരണം അതിനൊരു സംശയം ആർക്കും ബാക്കി വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അംഗീകാരം കൊടുക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്താണ്. സുബ്ഹാനല്ലാഹ്. മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതണം. അങ്ങനെ ഓതൽ നിർബന്ധമാണ്. മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതാതെ ഒരു മയ്യിത്ത് കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ നാട്ടുകാര് മുഴുവനും കുറ്റക്കാരാണ്. ആ നിർബന്ധമായ ഓത്താണ് സുഹൃത്തുക്കളെ. നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു, ഈ മയ്യിത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഈ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മയ്യിത്തിന്റെ പേരിലാണെന്ന് കരുതി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണ്? ഒന്നാമത്തെ പരിപാടി ദിക്റാണല്ലോ, അല്ലാഹു അക്ബർ. അടുത്ത പരിപാടി അൽ ഫാത്തിഹ. അങ്ങനെ പറയണ്ട, ഓതിയാ മതി. ഫാത്തിഹ ഓതലാണ്. ഫാത്തിഹ ഖുർആനാണെന്ന് വിശ്വസിക്കാത്തവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രഥമമായ സൂറത്ത്, ഏറ്റവും മഹത്തായ സൂറത്ത് മരിച്ച ആളുടെ പേരിൽ ഓതാതെ ഒരു മയ്യിത്തും മറമാടാൻ പാടില്ല. അത് മാത്രം പോരാ, വീണ്ടും മയ്യിത്തിന്റെ പേരിൽ ഒരു ദിക്ർ ചൊല്ലണം, അല്ലാഹു അക്ബർ. മയ്യിത്ത് നിസ്കാരം തുടക്കം മുതൽ അവസാനം വരെ മയ്യിത്തിന്റെ പേരിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സലാത്ത് ചൊല്ലലാണ്. ഇവിടെ സലാത്തിന്റെ വാർഷികമാണ്, അല്ലേ? സലാത്തിന്റെ വാർഷികമാണ്. പ്രിയപ്പെട്ട മുനീർ ഹാജി എന്നെ വിളിച്ചു, വിദേശത്ത് നിന്ന് വിളിച്ചു. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വിദേശത്തും നാട്ടിലും സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, അതിനോട് സഹകരിക്കുന്ന ആരുണ്ടോ എല്ലാവർക്കും നമുക്കും സ്വർഗം നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഇസ്സത്തോടെ ബർക്കത്തോടെയുള്ള ജീവിതം നൽകട്ടെ. സലാത്ത് വാർഷികമാണെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. സലാത്ത് പല സ്ഥലത്തും നിർബന്ധമാണ്. അതിലൊന്ന് നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തിലാണ്. 5 നേരത്തെ നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാമികളാണ് ഇസ്ലാമിക നിയമം പറയേണ്ടത്. കാരണം ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലണം കൽപ്പന പറഞ്ഞു. എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ല, എവിടെയാണ് എന്ന് പറഞ്ഞിട്ടില്ല, എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൽപ്പനയല്ലേ നിർബന്ധം വരണ്ടേ? അങ്ങനെ നിർബന്ധമായ സലാത്ത് എവിടെയാണ്? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിവരിച്ചു തരികയാണ്. കാരണം ഖുർആനിനൊരു സ്വഭാവമുണ്ട്. ഖുർആൻ മോഡലാണ് പറയുക. മോഡല് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയൂല.
അത് കഴിയുന്നവരാരാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അഗാധ പാണ്ഡിത്യമുള്ള ആലിമീങ്ങളായ ഇമാമീങ്ങൾക്കല്ലാതെ ഖുർആനിന്റെ മോഡൽ മനസ്സിലാവൂല. അത് ഖുർആൻ പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇമാമീങ്ങളെ പിന്തുടരൽ ആവശ്യമാണെന്ന് കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞു. ആ കിതാബുൽ മുസ്തസ്ഫയിൽ വേറെ ചില സംഗതികൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇമാമീങ്ങളെ പിന്തുടരുന്നാണ് ഇമാം ഗസ്സാലിയുടെ വാചകം. മദ്ഹബിന്റെ ഇമാമീങ്ങളെ തുടരരുത് എന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പുസ്തകം എഴുതിയവരുണ്ട്. എഴുതിയ 2 ആളും മരിച്ചു പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, അവരെന്തായി